ഇനി ആന്റിബയോട്ടിക് ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് നമ്മുടെ ആമാശയത്തിലും നമ്മുടെ ചെറുകുടലിലും നമ്മുടെ വൻകുടലിലും എല്ലാം തന്നെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഇത് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്, നമുക്ക് ആവശ്യമല്ലാത്ത പല ബാക്ടീരിയകളും ഉണ്ടായിരിക്കാം. രക്തത്തിൽ കയറുന്ന ആവശ്യമല്ലാത്ത ബാക്ടീരിയ ആണ് ഈ ഇൻഫെക്ഷൻ ആയിട്ട് കാണിക്കുന്നതും നാം അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്നു. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ഈ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ മാത്രമായിട്ട് നാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ബാക്ടീരിയ നശിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആണോ, സാധിക്കുന്നൊരു കാര്യമാണോ എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ട അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിന് പലതരം ആന്റിബയോട്ടിക്കുകളുണ്ട്. എല്ലാ ബാക്ടീരിയയും നശിപ്പിക്കും, ചിലത് സ്പെസിഫൈ ചെയ്തിട്ട് ചില ബാക്ടീരിയ മാത്രം നശിപ്പിക്കും, അങ്ങനൊക്കെ ഒരു ഘടകങ്ങളുണ്ട്. എന്നിരുന്നാലും നാം കഴിക്കുന്ന ഗുളികകൾ ആന്റിബയോട്ടിക്കും എല്ലാ ബാക്ടീരിയയും നശിപ്പിക്കാൻ കഴിവുള്ള ഗുളികളാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഒരു 5-6 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ആന്റിബയോട്ടിക് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സർജറി കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രസവമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ആന്റിബയോട്ടിക് കഴിക്കും, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം ആന്റിബയോട്ടിക്സ് കഴിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല്ലെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പല്ലെടുക്കുന്ന ആളുകൾ പല്ലെടുക്കുന്നതിന് മുമ്പ് ഒരു 3 ദിവസം ആന്റിബയോട്ടിക്സ് കഴിക്കും, പല്ലെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു 3 ദിവസം 3, 4, 5 ദിവസം ആന്റിബയോട്ടിക്സ് കഴിക്കും. അപ്പോൾ ടോട്ടൽ എത്രയായി? 8-10 ദിവസം ആന്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ട് അവർ. അപ്പം തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്സ് അവർ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവരുടെ വയറിലുണ്ടാകുന്ന ആമാശയത്തിലും ദഹന സംബന്ധമായിട്ട് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയും അവർ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നുകരുതി ആന്റിബയോട്ടിക് കഴിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അവിടുത്തെ പ്രശ്നം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ നശിപ്പിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഒന്നുകൂടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ബാക്ടീരിയകളുണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ ബാക്ടീരിയ, നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഗുളികകളുണ്ട്. ഈ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, പ്രീപ്രോ എന്നൊക്കെ പറഞ്ഞ പല ക്യാപ്സൂളുകളുണ്ട്, അത് ഉപയോഗിക്കാം. ഞാൻ ഗുളികകളുടെ കാര്യം പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 5 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം ആന്റിബയോട്ടിക് കുടിച്ചൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ തൈര് അമിതമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലസ്സി ആക്കിയിട്ടൊക്കെ അത് കുടിക്കുക. ഏറ്റവും നല്ലത് ചക്കര ഉപയോഗിച്ചിട്ടുള്ള ലസ്സി ആണെങ്കിൽ അത് ഒന്നുകൂടി ഉപയോഗമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ആന്റിബയോട്ടിക്സ് കുടിച്ചു കഴിഞ്ഞു, ഒരു 3-4 ദിവസം ലസ്സി കുടിക്കുക. പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിലെല്ലാം തന്നെ നിങ്ങൾ തൈര് കൂട്ടുക. തൈര് ഏറ്റവും നല്ല നാച്ചുറലി ലഭിക്കുന്ന പ്രോബയോട്ടിക്സ് ഉള്ള ഒരു പദാർത്ഥമാണ് തൈര്. അത് ഉപയോഗിക്കാവുന്നതാണ്. കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ സർജറി കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ ആളുകൾ, പല്ല് എടുത്ത ആളുകൾ. കാരണം ഇതെങ്ങനെ മനസ്സിലാകില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 ദിവസമൊക്കെ ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം പെട്ടെന്ന് വയറ്റുന്ന് പോകുന്നുണ്ട്, വയറ്റുന്ന് പോകുന്നത് കൂടുതലായിട്ട് വരുന്നുണ്ട്, നോർമൽ ആകുന്നില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷന് മനസ്സിലാക്കാൻ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ഇതിന് നോർമൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ മതി. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ഒരു 3-4 ദിവസം ലസ്സി കുടിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഈ പറയുന്ന ഭക്ഷണങ്ങൾ തൈര് കൂട്ടുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. താങ്ക് യു.